വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസ്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രണ്ടുപേരും പ്രതിയായിട്ടുള്ള കേസാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ പല പല ആരോപണങ്ങളും, എന്ന് പറഞ്ഞാൽ ഒരു കാമ്പും കഴമ്പും ഇല്ലാത്ത ആരോപണങ്ങൾ, നല്ല ആരോപണമാണെങ്കിൽ പിന്നെയും പൊട്ടെന്ന് വയ്ക്കാം, കാമ്പും കഴമ്പും ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ഈ ഒരു രാജ്യത്തിന്റെ പല ഭരണഘടനാ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇവിടെയുള്ള സംഘപരിവാറുകാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണ് ഈ നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് ഇതിൽ ജാമ്യത്തിലെടുത്താണല്ലോ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇതിൽ തുടർ നടപടികൾ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പല ആൾക്കാരുടെയും ചോദ്യം. അതൊരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും. കാരണം ആ കേസിന്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധി അതിൽ എങ്ങനെയാണ് ജാമ്യം എടുത്ത് പുറത്ത് നിൽക്കുന്നതെന്നും ആ കേസിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം രാഹുൽ ഗാന്ധിക്ക് അതിനകത്ത് ഒരു ലൂപ്പ് ഹോളും ഇല്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോണിയാഗാന്ധിക്കും ഇല്ല. പക്ഷേ അവരെ എന്തുകൊണ്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിടിച്ചകത്തിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചിദംബരത്തിനെയൊക്കെ തൊട്ടതാണല്ലോ. അപ്പോ ഇപ്പോ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ബീഹാർ ഇലക്ഷന്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതൊരു പാർട്ടി രണ്ടായിട്ട് പിളരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ വലിയൊരു നീക്കം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു കേസ് കൂടെ ചാർജ് ചെയ്തിരിക്കുന്നു. പിന്നെ ഡിസംബർ 16 ഒരു കോടതി വിധി ഇതിൽ വരാനിരിക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അമ്മയുടെയും മകന്റെയും മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ എന്റെ ചോദ്യം, ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യമുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് അതിനുള്ള കാലിബർ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുകയാണ്. അപ്പോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ സോണിയാഗാന്ധിക്ക് വയ്യ എന്നും കേൾക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ത്രീയെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയ കേസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് രാഷ്ട്രീയ കേസാണ്, അവരുടെ മരണം വരെ ഇങ്ങനെ നീണ്ടു പോകും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. വിഷയം കുറച്ചുകൂടെ കടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഇതിൽ കേന്ദ്രത്തിന്റെ അടുത്തൊരു നീക്കം വരാൻ പോകുന്നത്? എന്താണ് ഈ സംഭവം? ഈ നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് പറയുമ്പോഴും ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഈ ബഹുഭൂരിപക്ഷം പേരും, അതായത് ആന്റി മോദി വിഭാഗം പറയുന്നൊരു കാര്യം, ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ കേസാണ്, ED വിട്ട് കുരുക്കിയ കേസാണ്, ഇത് മോദിയുമായിട്ടോ BJPയുമായി പുലബന്ധം ഈ കേസിനില്ല. 2008 മുതൽ നടക്കുന്ന ഒരു കേസായത്. ആ 2008 മോദി പ്രധാനമന്ത്രിയാകുന്ന ആർക്കും അറിയില്ല. 2012 ശ്രീമാൻ സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് ഈ കേസിന് ചൂട് പിടിക്കുന്നത്. 2012 പിന്നെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയാണെന്ന് അവരാരും നിശ്ചയിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 2014 അധികാരത്തിൽ വരുമെന്ന് BJPക്കാർ പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാകില്ല 2012. ഇപ്പൊ വളരെ പഴക്കമുള്ള കേസാണ്, 17 വർഷം പഴക്കമുള്ള ഒരു കേസായത്. ആ കേസാണ് ഇതിന്റെ ഓരോ വഴികളും തെളിച്ച് കൊണ്ടിരുന്നത്. കാരണം ഇത് ഭരണത്തിലിരിക്കുന്ന, ഇന്ത്യയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം, ആ കുടുംബം ഉൾപ്പെട്ട കേസായതുകൊണ്ട് ഇതിന്റെ തുമ്പുകൾ കണ്ടെത്തുക, തെളിവുകൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, ഇവർക്കെതിരെ നടത്തുന്ന നീക്കം നേരത്തെ ധരിച്ചു പറഞ്ഞതുപോലെ ചെറിയ നീക്കമല്ലത്. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. വെറുതെ പോയിട്ടൊരു കുറ്റപത്രം കൊടുത്തിട്ട് ഉള്ളൊരു പരിപാടികളും കാര്യങ്ങളും ഇതിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് നീണ്ടുപോകുന്നത്. 1938 ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് 5000-ഓളം സ്വാതന്ത്ര്യ സമരം ഭടന്മാരിൽ നിന്നും കൂടെ പണം ശേഖരിച്ചുകൊണ്ട് തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നല്ലൊരു പത്രമാണ് ഈ സംഭവം. 2008 ഈ പത്രം പൂട്ടുന്നു. ഇവിടെ മുതലാണ് ഇതിന്റെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കും, അപ്പം തുടങ്ങിയ സ്ഥാപനത്തിൽ എന്തും ചെയ്യാനുള്ള അധികാരം അമ്മയ്ക്കും മോനും ഇല്ലായിരുന്നു. അപ്പം തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഓഹരി 5000-ഓളം ഓഹരി നാട്ടുകാരുടെ നിന്ന് പിരിച്ചിട്ടാണ് അത് നടത്തിയത്. അത് മാത്രമല്ല, ഈ പത്രം നടത്താൻ സർക്കാരാണ് സ്ഥലം വിട്ടുകൊടുത്തത്, ഒരു പാട്ടഭൂമിയാണ് വിട്ടുകൊടുത്തത്. ഈ പത്രത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് കോൺഗ്രസ് ആയിരുന്നല്ലോ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഭരിച്ചത്. അപ്പോൾ ഈ പാട്ടഭൂമി വ്യവസ്ഥയ്ക്ക് ഒരു കരാറാണ്. ഈ പത്രങ്ങൾക്കും മറ്റു ചില സ്ഥാപനങ്ങൾക്കും സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാറുണ്ട്. കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ശ്രീമാൻ പിണറായി വിജയൻ എമ്മിന് ഒരു ഭൂമി തിരുവനന്തപുരത്ത് അനുവദിച്ചിരുന്നു. അതൊക്കെ വലിയ ചർച്ചയിൽ വന്നിരുന്നു. ശ്രീ എമ്മിന് അനുവദിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് ഭൂമി അനുവദിക്കാൻ കഴിയും. ഇത് അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ മാത്രമല്ല, രാജ്യത്തിന് വിവിധ ഇടങ്ങളിലുണ്ട്. അത് കോടാനുകോടി സ്വത്തുക്കളാണ് ഈ സ്ഥാപനത്തിന് ഉള്ളത്. ഇനി ഈ സ്ഥാപനത്തിന്റെ കമ്പനി, അതായത് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിന്റെ പേരാണ്. ഈ പത്രത്തിന്റെ കമ്പനി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് ആണ്. AJL എന്ന് നമുക്ക് ചുരുക്കപ്പേര് പറയാം. ഇത്രയും നീളത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല, AJL എന്ന് പറയാം. ഇതിനകത്ത് ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുമാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്.
ഈ ഇത് ഒരു യങ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്. യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിന്നെ മറ്റുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് യങ് ഇന്ത്യ കമ്പനി. ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഒക്കെ ഉണ്ട്. ഈ യങ് ഇന്ത്യ കമ്പനിയുടെ 38% ഷെയർ ഹോൾഡർമാരാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ സോണിയാഗാന്ധി, അളിയൻ ഭദ്ര. അദ്ദേഹം ഇല്ല, അദ്ദേഹം അപ്രത്യക്ഷനായി നിൽക്കുകയാണ്. ഇവർ ഇത്രയും പേര് 38% ഓഹരി ഉടമകളാണ്. ഈ കമ്പനി തകർന്നു കിടക്കുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന് ഒരു 90 കോടി രൂപ കടം നൽകുന്നു. പത്രത്തിന് നടത്തുന്നതിനായിട്ട് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 90 കോടി രൂപ ഈ നാഷണൽ ഹെറാൾഡ് നടത്തുന്ന കമ്പനിയായ AJL നൽകുന്നു. അപ്പോൾ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ 2008 ഈ പത്രം പൂട്ടുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു വാർത്ത കൂടെ ഉണ്ട്. കോൺഗ്രസ്സുകാർ ഈ പത്രം പിന്നീട് നടത്താൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തിരുന്നു. അതൊക്കെ ആവിയായിപ്പോയി. അതിന്റെ കണക്കും കാര്യമൊന്നും ഇത് വന്നിട്ടില്ല. ഇനി അതൊക്കെ ഏത് വഴി തപ്പിയാൽ കിട്ടുമെന്ന് അറിയില്ല. ഒടുവിൽ ഈ കമ്പനിയുടെ ജാവകര ജംഗമ സ്വത്തുക്കളെല്ലാം കൂടി 50 ലക്ഷം രൂപ വിലയിട്ടു. വെറും 50 ലക്ഷം രൂപ വിലയിട്ടു. വെറും 50 ലക്ഷം രൂപ വിലയിട്ടുകൊണ്ട് കടം തിരിച്ചു തരണമല്ലോ. കടം തന്നാൽ തിരിച്ചു തരണം, സ്വാഭാവികമാണ്. 50 ലക്ഷം രൂപ വിലയിട്ടുകൊണ്ട് ഇതങ്ങ് തിരിച്ചെടുക്കുക ചെയ്യുന്നു. ഈ കമ്പനി യങ് ഇന്ത്യ അങ്ങ് എടുക്കുന്നു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കും, അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വാദ്രയുടെയും പ്രിയങ്കയുടെയും മാത്രം ഷെയർ ഉള്ള കമ്പനിയാണോ യങ് ഇന്ത്യ? അല്ല, അവർക്ക് 38% ഷെയർ, വേറെയും ഷെയർ ഉണ്ട്. 38% ഷെയറുള്ള വേറെ ഷെയറുള്ള കമ്പനി ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന് 90 കോടി രൂപ കൊടുക്കുന്നു. ശേഷം തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ, വെറും 50 ലക്ഷം രൂപ വിലയിട്ട് ഇത് ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എടുക്കുന്നു. അപ്പോഴും അതുകൊണ്ട് 88 കോടി രൂപ തിരിച്ചു തരാനുണ്ട്. ഞാൻ ധനുഷിന് 100 രൂപ തന്നു. ഞാൻ നോക്കുമ്പോ ധനുഷിന് 100 രൂപ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പൊ ധനുഷിന്റെ വസ്തുക്കൾക്ക് എല്ലാം കൂടെ ഞാൻ 25 രൂപ ഇട്ടു. വെറും 25 രൂപ. അതായത് ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതിന്റെ ശരാശരി 3-4 സംസ്ഥാനങ്ങളുടെ ആസ്തി തന്നെ 750 കോടിക്ക് മേളിലാണ്. ഈ കടകളുണ്ട്, വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട് ഈ കമ്പനിയുടെ കീഴിൽ, ഈ പത്രത്തിന്റെ കീഴിൽ. ഇതെല്ലാം ഞാൻ 50-25 രൂപ വിലയിട്ടിട്ട് ഞാനിങ്ങ് എടുക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. ഈ കടം കയറി മുടിഞ്ഞു കഴിയുമ്പോൾ വീട് വിൽക്കാൻ ചെല്ലുമ്പം ഈ കടം തന്നവനൊരു വിലയും കിടും വീടിന്. എന്നിട്ട് പറയും ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ കാണുന്നില്ല, പിന്നെയും ഈ വ്യക്തി അങ്ങോട്ട് കൊടുക്കാനേ കാണും. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു കമ്പനി ആണെന്നേ ഉള്ളൂ. ഈ കമ്പനിക്ക് അതുള്ള മറ്റു വ്യക്തികൾ, സോണിയാഗാന്ധി കമ്പനി ഇത്രയും 55 ലക്ഷം രൂപ വിലയിട്ട് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ 50 ലക്ഷം രൂപ, ഇതിന്റെ ആക്ച്വൽ വില എന്താണ്? 50 ലക്ഷം ഉള്ളോ? അല്ല, ഇതിന്റെ 3 സംസ്ഥാനങ്ങളിലെ വില മാത്രം 750 കോടി രൂപ വരും. ഇനി നിങ്ങള് ഈ കമ്പനിയുടെ ഇതുണ്ട്, കടകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ, അതിൽ നിന്ന് വാടകയും മറ്റിനങ്ങളിൽ നിന്ന് 1000 കോടി രൂപ വരും. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ എത്ര വരും? അങ്ങനെ 2000 കോടി രൂപയുടെ തട്ടിപ്പണി പറയുന്ന. ഇനി ഈ കമ്പനി ഉണ്ടല്ലോ, ഈ പറഞ്ഞ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കമ്പനി, ആ കമ്പനിയിലുള്ള മറ്റ് മെമ്പർമാരെ കൂടെ പരിചയപ്പെടുത്താം. നിർഭാഗ്യവശാൽ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും കൂടി പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല, മീൻസ് അവരുടെ പേര്, മരിച്ചവരുടെ പേര് പറയാൻ പാടില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസിൽ അവരും പ്രതികളായിരുന്നു. മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബെ, സാം പ്രിട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സാം പ്രിട്ടോ? ഇവരൊക്കെയാണ് ഇതിനകത്ത് മറ്റു താരങ്ങൾ. ഈ ഇതിലേക്ക് ഇവരാണ് ഈ കമ്പനി എടുക്കുന്നത്. അങ്ങനെ ഈ കമ്പനി 2008 പൂട്ടുന്നു. അതിനുശേഷം കമ്പനിയുടെ ഒരു കേസ് വരുന്നു. 2012 ശ്രീമാൻ സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് ഫയൽ ചെയ്യുന്നു, ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നു. ഇതിലെ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ കമ്പനിയുടെ കീഴിലുള്ള സ്വത്തുവകകൾ പലയിടത്തായിട്ട് കിടക്കുകയാണ്, പല സംസ്ഥാനങ്ങളിലും. ഈ സ്വത്തുവകകളാണ് മരുമോന്റെ കമ്പനി പലയിടത്തും റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് മറിച്ചു കൊടുത്തത്. ഇവിടെയാണ് നമ്മുടെ അളിയൻസ് വരുന്ന പോർഷൻ ഇവിടെയാണ്. അതുവരെ അളിയൻ രംഗത്തില്ല. അളിയൻ വന്നു, കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. അളിയൻ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയതെന്ന് തന്നെ പലരും അന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് കറക്റ്റ് ആണ്. ഈ ഹരിയാനയിൽ ഭൂമി തട്ടിപ്പിനെ കുറിച്ച് ചിലപ്പോ അതൊക്കെ കണ്ടിട്ടായിരിക്കും എടുത്തത്. ഇത് ഹരിയാനയിലെ കേസ് വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് എഴുതിയാണ്. ഹരിയാന സർക്കാരുമായി ചേർന്നുകൊണ്ട് റോബർട്ട് വാദ്ര നടത്തിയ ഭൂമി തട്ടിപ്പ്. ഇപ്പോഴും കേസ് കിടക്കുക, അത് ആയിട്ടില്ല. അത് കേസ് വേറെ, അത് വേറൊരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് എടുക്കാം. ഇനി ഈ കേസിന്റെ 2014 ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. അന്നേരമാണ് ഈ കേസ് ഒന്ന് ചൂട് പിടിക്കുന്നത്. അദ്ദേഹമാണല്ലോ പിന്നെ പ്രധാനമന്ത്രി. ഒരു വലിയ കേസാണ്. കാരണം സർക്കാർ കൊടുത്ത ഭൂമി, അതിലുള്ള ജംഗമ വസ്തുക്കൾ എല്ലാം കൂടെ അടിച്ചു മാറ്റിയ ഒരു കേസ്. ഇതിനകത്തുള്ള കേസ് അന്വേഷണം പുരോഗമിക്കുന്നു. അങ്ങനെ
14 കഴിഞ്ഞപ്പോൾ തന്നെ ED 15 ഇവർക്കൊരു നോട്ടീസ് അയക്കുന്നു, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും. ഇവരതിൽ പോകുന്നില്ല, തുടർച്ചയായിട്ട് ഈ നോട്ടീസ് ബഹിഷ്കരിക്കുകയാണ്. അപ്പോ 2016 ആയപ്പോഴേക്കും ദില്ലി കോടതി പറഞ്ഞു, നിങ്ങൾ ഈ ഹാജരാകുന്നത് ഓക്കെ മനസ്സിലാക്കാൻ പറ്റും, കാരണം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ ചെറിയ വ്യക്തികളല്ല. രാഹുൽ ഗാന്ധി ഒരു വലിയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുകളുടെ റാലികൾക്ക് പങ്കെടുക്കേണ്ടതാണ്, പാർട്ടി പരിപാടികൾക്ക് പോകേണ്ടതാണ്, സമയക്കുറവുണ്ട്. സോണിയാഗാന്ധിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരോഗ്യപരമായ വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശരി, നിങ്ങൾക്ക് അതിനൊരു ഇളവ് നൽകാം, പക്ഷെ വരണം, ഇളവ് നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഇത് നീണ്ടു പോവുകയാണ്. 2015 കൊടുത്ത നോട്ടീസിൽ ഇവർ ഹാജരാകുന്നില്ല. കോടതി പറഞ്ഞു, ഇതൊന്നും നടപടികളൊന്നും നിർത്തിവെക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ഇളവ് തരാം, കാരണം അവർ സാധാരണപ്പെട്ട ആളുകളല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ, ഇപ്പൊ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിക്കും, നെഞ്ചുവേദനയായിട്ടൊക്കെ പോകും. നമ്മൾ കണ്ടതാണ്, കണ്ണൂര് ചെന്താരകം നെഞ്ചുവേദനയായി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സ്വാഭാവികമാണ്. അപ്പൊ അതിനൊരു ഇളവ് കൊടുക്കും, മാനുഷികമായ ഒരു പരിഗണന കൊടുക്കും എന്ന് കരുതി അവരെ കുറ്റവിമുക്തരാക്കാന്നല്ല, വരണം, തൽക്കാലത്തേക്ക് ഇളവ് നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞിട്ട് മതി. ഇനി 2018 ED ഇതില് കള്ളപ്പണം വെളുപ്പിക്കലിന് ഒരു കേസെടുക്കുന്നു. 2018 2022 ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഇവിടെ മുതലാണ് ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്, നാടകങ്ങൾ ആരംഭിക്കുന്നു. കേരളത്തിൽ നിന്ന് അടക്കമുള്ള MP-മാരും നേതാക്കന്മാരുമൊക്കെ അന്ന് എല്ലാവർക്കും ആ വിഷ്വൽ ഓർമ്മയുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഓർക്കും. നമ്പർ 10 ജൻപതിന്റെ വാതിക്കൽ കേരളത്തിൽ ചത്തുകിടക്കുന്ന മാധ്യമപ്രവർത്തകൻ വരെ പോയി റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു ദില്ലിയിൽ. ആ നമ്പർ 10 ജൻപതിന്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നു, രാഹുൽ ഗാന്ധി വരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പ്രകടനവും ആർഭാടവും ചെണ്ടമേളവുമായിട്ട് ഒരു വ്യക്തി ചോദ്യം ചെയ്യാൻ വരുന്നത്. അത് രാഹുൽ ഗാന്ധി മുമ്പേ വരുന്നു, നൂറുകണക്കിന് അനുയായികൾ, ഈ ബാൻഡ് സെറ്റും ഒക്കെ ഉണ്ട്, അതടിച്ചുകൊണ്ടുള്ള പ്രവർത്തകർ, അങ്ങനെ വലിയ രീതിയിൽ പ്രവർത്തകർ ആർപ്പ് വിളിച്ചുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമാണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ. ഞാൻ ഇതുവരെ അതിന് മുൻപോ അതിന് ശേഷമോ ഒരു ചോദ്യം ചെയ്യലിന് ഒരാളെ വിളിച്ച് വരുത്തുമ്പോൾ ഇതുപോലെ പ്രകടനമായി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധി വരുന്നു, 5 ദിവസം ED ചോദ്യം ചെയ്തു, ഏതാണ്ട് 50 മണിക്കൂറിലധികം ചോദ്യങ്ങൾ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം പോലീസിന് ഒരു അക്കടി പറ്റി, കാരണം അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യലിന് വരുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല, ഇരുചെവി അറിയാതെ ഒരു വണ്ടിയിൽ പോയിട്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചു വരിക. എത്രയോ പേരെ നമ്മുടെ കേരളത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്, ആരും പുറത്തു വരുന്നില്ല, മാധ്യമങ്ങൾ പോലും അറിയുന്നില്ല അങ്ങനെ ചോദ്യം ചെയ്യുന്ന പുറത്തു വരുന്നത്. പക്ഷെ ഇത് വലിയ ആർഭാടമായിരുന്നു, നമ്മളെ ചാനലൊക്കെ ലൈവ് ആയിരുന്നു. അങ്ങനെ ആർഭാടം. പിറ്റേ ദിവസം ഈ പോലീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പർ 10 ജനപതിന്റെ വാതിക്കലും ED ഓഫീസിന്റെ വാതിക്കലൊക്കെ വലിയ ബാരിക്കേഡ് വെച്ചു, ആ പരിസരത്ത് അടുപ്പിച്ചില്ല. പിന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥലങ്ങളിൽ വരുന്നവരൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് വലിയ ആരവമൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ ദിവസത്തെ ആരവത്തിന് ശേഷം വലിയ ആരവമൊന്നും ഉണ്ടായില്ല, വന്നവരൊക്കെ പോലീസ് പെറുക്കിക്കൊണ്ടുപോയി. അങ്ങനെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞു. സോണിയാഗാന്ധിയെ ഇതിനിടയ്ക്ക് പലവട്ടം ചോദ്യം ചെയ്തു, അവർ ഹാജരായി, ചോദ്യം ചെയ്തു. അത് നിയമമാണല്ലോ, ചോദ്യം ചെയ്തു. ഈ കേസ് പ്രകാരം ഈ പറയുന്ന AGL കമ്പനി, അതായത് നാഷണൽ ഹെറാൾഡിന്റെ ഒറിജിനൽ കമ്പനി, ഇവരെയാണല്ലോ മറ്റേ ഇവന്മാര് വിലക്കെടുത്തത്, ആരാ, യങ് ഇന്ത്യ. ആ AGL കമ്പനിയുടെ ദില്ലിയിലും മുംബൈയിലും ലക്നൌവിലും ഉള്ള സ്വത്തുവകകൾ മാത്രം 750 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഇതിനകത്ത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് 2025 കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യം, പത്രങ്ങൾക്കും പൊതു ആവശ്യങ്ങൾക്കും സർക്കാർ നൽകുന്ന പാട്ടഭൂമി വാണിജ്യ ആവശ്യത്തിന് നൽകാനോ വിൽക്കാനോ കഴിയില്ല. ഇത് രണ്ടും ഈ കേസിൽ നടന്നിട്ടുണ്ട്. വാണിജ്യ ആവശ്യത്തിന് നൽകിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. കാരണം വലിയ പണമിടപാടുകൾ ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട്. തുച്ഛമായ വിലയ്ക്ക് ഇത് വാങ്ങുകയും വലിയ വിലയ്ക്ക് ഇത് മറിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി വലിയ കള്ളപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. ഇതാണ് ഈ കേസിന്റെ ഇത്. ഇനി യങ് ഇന്ത്യ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ അത് അതിലും വിചിത്രമാണ്. 414 കോടി നികുതി കുടിശ്ശികയുള്ള ഒരു കമ്പനിയാണ്. നികുതി കുടിശ്ശികയല്ല, നികുതി വെട്ടിപ്പ് നടത്തിയ കമ്പനിയാണ്. ഈ കമ്പനി അത് കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ആ കമ്പനി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ തുക ചെലവാക്കിയത്. എന്നാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനവും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 414 കോടി നികുതി വെട്ടിച്ച കമ്പനിയാണ് ഇത്. ഏതായാലും ഈ കേസ് പ്രകാരം, ഈ കേസ് എടുത്തത് മോദിയല്ല, ഈ കേസുമായി BJPക്ക് ബന്ധമില്ല. ഇത് 2008 കേസാണ്. 2015 BJPയുടെ നേതാവായിരുന്ന ശ്രീ സുബ്രഹ്മണ്യം സ്വാമി കൊടുത്ത കേസാണ്. ഇതെല്ലാം പഴയ കേസാണ്. അതിന്റെ അന്വേഷണങ്ങൾ നാളെ വഴി നീങ്ങുന്നു. ഇപ്പോഴിതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. EDയുടെ കുറ്റപത്രം 2025 ആയപ്പോഴേക്കും കോടതി സമർപ്പിച്ചു. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ കുറ്റപത്രം അംഗീകരിക്കണോ വേണ്ടോ എന്നുള്ളത്. കുറ്റപത്രം അംഗീകരിച്ച് സ്വാഭാവികമായി ജാമ്യത്തിൽ നിൽക്കുന്ന സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും അകത്ത് പോകും. ഇത് നമ്മൾ വിചാരിക്കും ഇത് ഇവർക്ക് അറിയില്ല എന്ന് നമ്മൾ കരുതും. പക്ഷെ അറിയാം. ഇത് അറിഞ്ഞുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വയനാട് 2024 തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിക്കുന്നത്. അതായത്
ഇനി മകനോ അമ്മയോ അകത്തു പോയാൽ ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ തന്നെ കോൺഗ്രസ് ഉണ്ടാകണമെന്നും തങ്ങളുടെ കയ്യിൽ അധികാരം വേണമെന്നും ഉള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നതാണ്. കാരണം വയനാട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു സേഫ് സീറ്റാണ്. എപ്പോഴും വന്ന് ഇവിടെ വരേണ്ട കാര്യമില്ല. വോട്ട് ചോദിക്കാൻ പോലും 1-2 ദിവസം വന്നാൽ മാത്രം മതി, ഒരു ടൂർ പോലെ വന്നിട്ട് പോയാൽ മതി. അങ്ങനെയുള്ള വയനാട് കൊണ്ടുവന്ന് അവരെ ജയിപ്പിച്ചത് എന്തിനെ എന്ന് ചോദിച്ചാൽ നേരത്തെ ഈ പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവർക്ക് ആർക്കെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാലും നമ്മുടെ കയ്യിൽ അധികാരം ഇരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്മളിപ്പോ ജയിലിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുവിന്റെ പേരിലോ ഉള്ള സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാറുണ്ട്. മാമനകത്ത് പോവുകയാണ്, എല്ലാം നോക്കി നടത്തിക്കണം. കാരണം തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. നീ അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് ഇരിക്കട്ടെ ഈ സാധനം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നത് പോലെയാണ് വയനാട്ടിൽ നിന്ന് പ്രിയങ്കയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് നരേന്ദ്രമോദി പറയുന്നത് കുടുംബാധിപത്യം എന്ന് പറയുന്നത്. ആ കുടുംബം വെച്ചൊഴിയാനേ തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ സ്വാഭാവികമായി ആടിയുലഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് ഒരു നെടുനീളം പിളർപ്പിലേക്ക് പോകും. കാരണം കോൺഗ്രസിന്റെ ഇതിൽ മനംനൊന്ത് നിൽക്കുന്ന ഒരുപിടി നേതാക്കളുണ്ട്. ആകെ അധികാരത്തിലിരിക്കുന്ന 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന് തെലങ്കാനയും കർണാടകയുമാണ്. കർണാടകത്തിൽ എപ്പോ തീരുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇഡ്ഡലിയുടെ ബലത്തിലാണ്. കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യയും DK ശിവകുമാറും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കോംപ്രമൈസ് എന്നാണ് അതിന് ഹെഡിങ് തന്നെ വന്നത്. ആ ഇഡ്ഡലിയുടെ ബലത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇനി എന്നത് ദഹിച്ചു തീരുമ്പോൾ ഇനി വീണ്ടും ശിവകുമാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഇതാണ് നാഷണൽ ഹെറാൾഡ്. വരും ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കും. നമ്മൾ എന്തിനാണ് അതിനു മുമ്പേ ഇത് എടുത്തതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് ഓർമ്മ വെക്കണം. ഇത് BJP കൊണ്ടുവന്ന കേസല്ല, നരേന്ദ്രമോദി കൊണ്ടുവന്ന കേസല്ല. ഈ കേസിന്റെ നാൾ വഴിയും വർഷങ്ങളൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഈ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് ഗാന്ധി കുടുംബം ഈ ഇന്ത്യയിൽ നടത്തിയ തട്ടിപ്പുകളിൽ ഒന്നാമത്തെ തട്ടിപ്പാണിത്. അടുത്ത തട്ടിപ്പുകളുടെ കഥകൾ പിന്നെ ഇവിടെ വരും. മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്കത് അവതരിപ്പിക്കാൻ കഴിയും.